ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കെട്ടിട നിർമ്മാണ പെർമിറ്റ് വേണ്ടാത്ത നിർമ്മാണങ്ങൾ ഏതൊക്കെയാണ്? ഇതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. നമ്മളൊരു കെട്ടിടം നിർമ്മിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിന് മുന്നേ ഗവൺമെൻറ്റിൽ നിന്നും രേഖാമൂലം ഒരു അനുമതി വാങ്ങേണ്ടതായിട്ടുണ്ട്. ഇതിനെയാണ് ബിൽഡിംഗ് പെർമിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഈ ഒരു ബിൽഡിംഗ് പെർമിറ്റ് ആവശ്യമില്ല. അങ്ങനെ ബിൽഡിംഗ് പെർമിറ്റ് ആവശ്യമില്ലാത്ത നിർമ്മാണങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. ഗൃഹ ആവശ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇന്ധനമോ അല്ലെങ്കിൽ വിറകോ അല്ലെങ്കിൽ കാർഷിക ഉപകരണങ്ങൾ, ജീർണ അവശിഷ്ടങ്ങൾ, പണി ആയുധങ്ങൾ ഇതൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഷെഡുകൾക്ക് എന്താണ് ഈ ഒരു ബിൽഡിംഗ് പെർമിറ്റ് ആവശ്യമില്ല. 2, കാർഷിക വിളകൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഷെഡ്, അതായത് നമ്മൾ കൃഷി ചെയ്യുന്ന വിളകളെ എന്തെങ്കിലും ജീവികളോ മറ്റോ വന്ന് നശിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർമ്മിക്കുന്ന ആ ഒരു ഷെഡിന് എന്താണ് പെർമിറ്റ് ആവശ്യമില്ല. 3, 6 കവിയാത്ത നായ്ക്കളെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഷെഡ് ഉണ്ടെങ്കിൽ അതിനും പെർമിറ്റ് ആവശ്യമില്ല. 6 കൂടുതൽ നായ്ക്കളാണെങ്കിൽ എന്താണ് നിർബന്ധമായിട്ടും പെർമിറ്റ് എടുത്തിരിക്കണം. 4, പ്ലാന്റ് ഹൗസ്. 5, മീറ്റർ ഹൗസ്. പിന്നെ ഹോട്ട് മിക്സ് പ്ലാന്റ്, കോൺക്രീറ്റ് മിക്സ് പ്ലാന്റ്, താൽക്കാലികമായിട്ട് വെക്കുന്ന കുടിലുകൾ, ഇതിനൊന്നും എന്താണ് പെർമിറ്റ് ആവശ്യമില്ല. എന്നാൽ ഇതിനൊക്കെ ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഇതിൻ്റെയൊക്കെ ഉയരം 2.5 മീറ്ററിൽ പരിമിതപ്പെടുത്തണം, അതിൽ കൂടുതൽ ആവരുത്. അതുപോലെ റോഡിൽ നിന്ന് ഒരു സിംഗിൾ ഫ്ലോർ ബിൽഡിങ്ങിന്, അതായത് ഒരു ഒറ്റ നില കെട്ടിടത്തിന് റോഡിൽ നിന്ന് പാലിക്കേണ്ട അകലം എത്രയാണോ അതിന് തുല്യമായിട്ടുള്ള അകലം വിട്ടിട്ട് വേണം ഈ ഒരു നിർമ്മാണങ്ങളൊക്കെ നടത്താൻ. അതുപോലെ ഇത്തരം നിർമ്മാണങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കെട്ടിടത്തിൻ്റെ അതിരിൽ നിന്നും എന്താണ് 1 മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും വിട്ടിട്ട് വേണം നിർമ്മാണം നടത്താൻ. പിന്നെയുള്ളൊരു ഡൗട്ടാണ് ജനൽ, വാതിൽ, വെന്റിലേഷൻ ഇതൊക്കെ വെക്കുമ്പോൾ എന്താണ് പെർമിറ്റ് എടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. ജനൽ, വാതിൽ, വെന്റിലേഷൻ ഇതൊന്നും വെക്കുമ്പോൾ എന്താണ് പെർമിറ്റ് എടുക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ചില കേസിൽ, അതായത് നിങ്ങൾ ഈ ജനലോ വാതിലോ വെന്റിലേഷൻ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഔട്ട്സൈഡ് ചുമര് നിങ്ങളുടെ അതിരുമായിട്ട് ഒരു നിശ്ചിത അകലം പാലിക്കേണ്ടതായിട്ടുണ്ട് ബിൽഡിംഗ് റൂൾ പ്രകാരം. ആ ഒരു അകലം അവിടെ കിട്ടുന്നില്ല, അതിരുമായിട്ട് നിങ്ങളുടെ ആ ചുമരിന് നിശ്ചിത അകലം കിട്ടുന്നില്ല, അതിൽ കുറവാണെങ്കിൽ ആ ഒരു ചുമരിൽ ഇത്തരത്തിൽ ജനൽ, വാതിൽ, വെന്റിലേഷൻ ഒന്നും തന്നെ വെക്കാൻ ബിൽഡിംഗ് റൂൾ പ്രകാരം കഴിയില്ല. പിന്നെ ഒന്നാണ് പാർട്ടീഷൻ വാള്, അതായത് നമ്മൾ വീടിനുള്ളിൽ തന്നെ റൂമിനൊക്കെ ഡിവൈഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു പാർട്ടീഷൻ വാളിന് പെർമിറ്റ് എടുക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും ഇൻറ്റീരിയർ വർക്കോ അങ്ങനെ എന്തെങ്കിലും വർക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്താണ് പെർമിറ്റ് എടുക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. എന്നാൽ നിങ്ങൾ എക്സ്ട്രാ എന്തെങ്കിലും റൂമുകളോ എന്തെങ്കിലും കൂട്ടിയെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് നിർബന്ധമായിട്ടും പെർമിറ്റ് എടുക്കണം. അതായത് നിങ്ങൾ ആ എക്സ്ട്രാ എന്തെങ്കിലും മുറികളോ എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിയെടുക്കുമ്പോൾ അവിടെ എന്താണ് ബിൽഡിങ്ങിൻ്റെ ഏരിയയിൽ എന്താണ് മാറ്റം വരും. അപ്പോൾ അതുകൊണ്ടാണ് നിർബന്ധമായിട്ട് പെർമിറ്റ് എടുക്കണം എന്ന് പറയുന്നത്. അതുപോലെ 50 കവിയാത്ത ആടുകളെ വളർത്തുന്നതിനുള്ള ഷെഡ്, 1000 കവിയാത്ത പക്ഷികളെ വളർത്തുന്നതിനുള്ള പോൾട്രി ഫാം, 20 കവിയാത്ത പശുവിനെ വളർത്തുന്നതിനുള്ള ഷെഡ് ഇതിനൊന്നും എന്താണ് എടുക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. അതിന് ചുറ്റും എന്താണ് 1.5 മീറ്റർ എങ്കിലും ഓപ്പൺ സ്പേസ് ഉണ്ടായിരിക്കണം. വീടിന് തന്നെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്നതിനൊന്നും പെർമിറ്റ് ആവശ്യമില്ല. ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിങ് സ്റ്റേഷൻ, അതുപോലെ കോമ്പൗണ്ട് വാള് അല്ലെങ്കിൽ മതിൽ നിർമ്മിക്കുമ്പോൾ എന്താണ് പെർമിറ്റ് എടുക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ചില കേസുകളിൽ മതിലുകൾക്ക് പെർമിറ്റ് ആവശ്യമുണ്ട്. അതായത് നിങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മതിലിൻ്റെ ആ ഒരു ഭാഗത്ത് ഏതെങ്കിലും റോഡോ അല്ലെങ്കിൽ പൊതുജലാശയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതു പ്രോപ്പർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് നിർബന്ധമായിട്ടും നിങ്ങൾ പെർമിറ്റ് എടുത്തിരിക്കണം. അല്ലാത്ത കേസിൽ പെർമിഷൻ ആവശ്യമില്ല. ഇപ്പറഞ്ഞ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ എന്താണ് നിങ്ങൾ പെർമിറ്റ് എടുക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ചില കണ്ടീഷനുകളൊക്കെ ബാധകമാണ്. ആ ഒരു കണ്ടീഷനുകളൊക്കെ നിങ്ങൾ പാലിച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.